ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. റിവ്യൂ ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിനെ പറ്റിയുള്ള കാര്യം. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഈ വിഷയം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മാരി വില്ലിങ് ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. പടം ഇറങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞില്ല, കാരണം ഒരു റിവ്യൂ ഉണ്ടുണ്ട്. ഇപ്പം അശ്വന്ത് കോക്ക് സാറിൻ്റെ ഒരു റിവ്യൂ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. സാധാരണ ഞാനാണെങ്കിൽ ഈ പടം കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്താൽ പോകുന്നത്. കാരണം എല്ലാ പടത്തിനും വരി വലിച്ച് അങ്ങനെ പോകത്തില്ല. കാരണം അത്യാവശ്യം പബ്ലിസിറ്റി ഉള്ളതും ഇപ്പം ഇച്ചിരി അറിയപ്പെടുന്ന പോപ്പുലറായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു പടങ്ങളെ ഞാൻ അങ്ങനെ കാണാൻ പോകാറുള്ളൂ. ഇതിനത്ര പബ്ലിസിറ്റി ഒന്നും കിട്ടിയില്ല. നല്ലതാണെങ്കിലും നല്ല പടങ്ങളാണെങ്കിൽ ചിലപ്പം പബ്ലിക്ക് നല്ലൊരു പേര് വരുവാണെങ്കിൽ കാണാൻ പോകും. ആ ഒരു രീതിയിലാണ് ഞാൻ പടം സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി മിക്കവാറുള്ള ചാനലിൽ മൊത്തം നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത്. ഇപ്പം കോക്സാറിൻ്റെ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞാൽ കോക്സാറിൻ്റെ റിവ്യൂ മാത്രമല്ല നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മിക്കവാറുള്ള ചാനലിൽ മൊത്തം നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത്. അപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ അടുത്ത് നേരത്തെ ഇപ്പോൾ ഒരാളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ലെന്നറിയാം. ഇപ്പം ആദ്യം എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടയായി. ഒന്ന് ഹൈദരലി സിയാദ് കോക്കർക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ, സിയാദ് കോക്കറുടെ ഒരു ഇൻ്റർവ്യൂ. അതിനകത്ത് പുള്ളി അശ്വന്ത് കോക്കിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഇപ്പം യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്കും കാണാവുന്നതാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം ഹൈദരലി, അതായത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ, പുള്ളി ഒരു മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന നേരത്തെ റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, മൂവി വേൾഡ് മീഡിയ, അങ്ങനെ ആയിട്ടാണ് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് പുള്ളി ഇപ്പം സിനിമക്കാരുടെ ഒരു റിവ്യൂവും പിന്നെ പ്രസ് മീറ്റൊക്കെ ഉള്ളപ്പോൾ അവിടെ പോയി ഒരു കാരണമില്ല അവിടെ പോയി ഇപ്പം ഏതെങ്കിലും കാര്യം, ഇപ്പോൾ ഒരു പടത്തിനെ പറ്റി എന്തെങ്കിലും കാര്യം ചോദിക്കാനുള്ളതിന് പുള്ളി പോയി അശ്വന്ത് കോക്ക് അങ്ങനെ പറഞ്ഞു, ഈ അശ്വന്ത് കോക്ക് ഇങ്ങനെ പറഞ്ഞു, അത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു, അത് നല്ലോണം ബാധിക്കുന്നുണ്ട് പടത്തിന് നല്ലോണം. അപ്പം ഈ സിനിമക്കാർക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഇതും കാണത്തില്ലായിരിക്കും. പക്ഷേ ഈ പുള്ളി തന്നെയാണ് അങ്ങോട്ട് പോയി പുള്ളി ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം തന്നെ പുള്ളി പറയുന്നുണ്ട്, ഈ ഹൈദരലി പറയുന്നുണ്ട് അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക് എന്ന കോമാളി, അതിൽ കൂടുതലൊന്നും പറയാനില്ല, അശ്വന്ത് കോക്ക് എന്ന കോമാളി എന്ന് പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. ഈ അശ്വന്ത് കോക്കിനെ പറ്റി കോക്ക് സാറിനെ പറ്റി ഞാൻ വീഡിയോ പറയാം, അത് തുടരെ പറയാം. ആദ്യം ഹൈദരലിയെ പറ്റി പറയാം. ഹൈദരലി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹൈദരലി എന്ന കുത്തിത്തിരിപ്പുകാരൻ, അങ്ങനെ പറയാൻ പറ്റൂ. ഈ കാരണം ഒരു ആവശ്യമില്ലാത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൊക്കെ കയറി ഇപ്പം കോക്കിൻ്റെ കാര്യങ്ങൾ എടുത്തിടുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുക. എനിക്ക് ഈ കോക്കർ എന്ന് വെച്ചാൽ ഈ സിയാദ് കോക്കർക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പുള്ളി നിർമ്മിച്ച പടമാണ്, പുള്ളിയുടെ മകളും അങ്ങോട്ട് നിർമ്മിച്ച പടമാണ്. അതിൻ്റെ എതിരെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇച്ചിരി കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു വർഷം സിനിമ നല്ല റിവ്യൂ. ഇപ്പം ഈ അശ്വന്ത് കോക്ക് സാറിനാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഒരു സിനിമ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എല്ലാ പടവും നെഗറ്റീവ് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ പുള്ളി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഞാൻ റിവ്യൂ അങ്ങനെ ആദ്യമേ മൊത്തം കാണുന്ന റിവ്യൂ ആദ്യമേ എനിക്ക് പുള്ളിക്ക് ഈ മുടിയും താടിയൊക്കെ വളർത്തി വന്നിരുന്ന് ഇപ്പം നമുക്കൊരു റിവ്യൂ കാണുന്നതിനുള്ളൊരു ഇത് പോവും. ആദ്യമായിട്ട് ഫുള്ള് കാണുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ മരക്കാർ അറബിക്കാട്ടിൻ്റെ സിംഹം, അതാണ് പുള്ളി. അപ്പം അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പം തന്നെ കേൾക്കാൻ നല്ല രസത്തിലാണ് പോയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം തുടരെ കാണാറാണ്. റിവ്യൂർക്ക് ഏറ്റവും കൂടുതൽ ഫാനുള്ളത് അശ്വന്ത് കോക്കിനായിരിക്കും. അപ്പോൾ അതിനകത്ത് കാരണം ഞാൻ ഫാനായെന്ന് പറഞ്ഞാൽ ബീസ്റ്റിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ്. കാരണം അത് കണ്ടിട്ട് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എൻജോയ് ചെയ്ത് നർമ്മം ചേർക്കേണ്ടത് നർമ്മം ചേർത്ത് പുള്ളിക്ക് എല്ലാ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോഴും അതാണ് ചെയ്യുന്നുള്ളത്. ഇപ്പം പിന്നെ ഈ ഹൈദരലി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരാവശ്യമില്ലാതെ ചുമ്മാതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് പുള്ളിയുടെ ഒരു ഹോബി. കാരണം അപ്പോൾ അതിന് മരുന്ന് ഉണ്ടോയെന്ന് വെച്ചാൽ മരുന്നില്ല. കാരണം അത് ഇപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചാനലിൽ തന്നെ. അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുള്ളവരെ കൊണ്ട് ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയാൽ മതി. അതിനകത്ത് 2-3 കമൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒളിഞ്ഞും മറിഞ്ഞും ഇരുന്ന് എനിക്ക് എൻ്റെ തൊലി ഭയങ്കര കട്ടിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയൊക്കെ ഓരോ ഷോയൊക്കെ കാണിച്ചൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. കണ്ടം വഴി ഓടി അങ്ങനെ കോക്ക് സാർ അങ്ങനെ വീഡിയോ ഡിലീറ്റ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അപ്പോൾ എന്തോ നല്ല വിഷയം ഉണ്ടായിട്ടാണ് അത് ഡിലീറ്റ് ആക്കിയത്. കണ്ടം വഴി ഓടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എൻ്റെ ഇച്ചിരി മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഏതാണ്ട് വലിയ കുന്നോളം കീഴടക്കി വിജയിച്ച ഒരു രീതിയിലാണ് പുള്ളി ആ ഇൻ്റർവ്യൂവിൽ കാര്യം പറഞ്ഞത്. അതിനകത്തും പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന കമൻറ്റ് ഇട്ടവരോട് അപ്പോൾ ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ ഈ റിവ്യൂ ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ഒരു സിനിമ ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ 150-200 കൊടുത്ത് കാണുമെന്ന് വിചാരിച്ചു. കണ്ടു കഴിഞ്ഞിട്ട് അത് പ്രേക്ഷകർക്ക് പബ്ലിക്കിന് വേണ്ടി ഒരു സിനിമ ഇറക്കി വിടുന്നത്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ ആ ഒരു 150 രൂപ കണ്ടിട്ട് അവരത് സിനിമ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരുടെ സാധനമാണ്. അവർക്കത് പിന്നെ പബ്ലിക്കോട് വന്നിരുന്ന അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. പിന്നെ പുള്ളിയുടെ റിവ്യൂ ഞാൻ മാരി വില്ലിങ് ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ട സമയത്തെ ഞാൻ കണ്ടതാണ്. പക്ഷേ അതിനകത്ത് ഇതുപോലെ വ്യക്തിഹത്യ ആയിട്ട് പുള്ളി നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം പുള്ളി ഒത്തിരി കുറച്ചിട്ടുണ്ട്.
കാരണം പുള്ളിയുടെ ആ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ പുള്ളി നല്ല കഷ്ടപ്പെട്ടാണ് ഇത്ര സബ്സ്ക്രൈബർ ഉണ്ടാക്കിയത്, അല്ലാതെ ഒറ്റയടിക്കൊന്നും സബ്സ്ക്രൈബർ കൂടിയൊന്നുമല്ല. പുള്ളിയുടെ ആ ശൈലിയും പിന്നെ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. പുള്ളി ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂ പുള്ളിക്ക് എന്തോ ആ ഒരു രീതിയിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി നാൾ കൊണ്ട് പുള്ളി ആ ഒരു ഊക്കി വിടുന്ന രീതിയിൽ കുറച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് അങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തൊക്കെയോ ഒരു സോങ്ങിനെ പറ്റിയും ഏതാണ്ട് ഇതിനെ പറ്റിയൊക്കെ പുള്ളി നെഗറ്റീവ് അങ്ങനെ പറഞ്ഞു. കഥയും അത്ര മോശമാണെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ പഴയ രീതിയിൽ ഉള്ള ഊക്കലുമായിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്തതായിട്ട് ആ റിവ്യൂവിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് ഇപ്പം ഡിലീറ്റ് ആക്കിയതെന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു നല്ല വിഷയം ഉണ്ടായിട്ടാണ് ഡിലീറ്റ് ആക്കിയത് എനിക്ക് തോന്നിയത്. അത് അത്ര മോശമായിട്ടുള്ള റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് അത്യാവശ്യം അങ്ങനെയാണെങ്കിൽ ഈ പവി കെയർ ടേക്കർ അത് ഞാനും കണ്ടു, എനിക്കൊന്നും വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിനകത്തൊക്കെ എന്തും വേണ്ടി ഊക്കണം, എങ്കിലും അത് പുള്ളി എന്തോ ഇഷ്ടമല്ലാത്ത ഒരു മയത്തിൽ അത് പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. ഇതൊരു മയത്തിൽ പറഞ്ഞാണ്, ഇത് ഇത്രയും വലിയ കേസ് ആക്കേണ്ട കാര്യമൊക്കെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവരുടെ ഉദ്ദേശം വേറെയാണ്. കാരണം ഈ ഹൈദരാലിയുടെയും മറ്റേ സിയാദ് കോക്കർ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിയെ ടാർഗറ്റ് ചെയ്ത് പുള്ളിയുടെ റിവ്യൂ എങ്ങനെയെങ്കിലും നിർത്തിക്കണം. ഇത് തന്നെയാണ് പുള്ളി അവരുടെ ഉദ്ദേശം. അല്ലാതെ അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്. കാരണം ഇപ്പോൾ പല്ലി കളിച്ച് അവരുടെ ഉദ്ദേശം അത് തന്നെ, അല്ലാതെ ഇപ്പോൾ ഒരു റിവ്യൂ പറഞ്ഞതോ നെഗറ്റീവ് പറഞ്ഞതൊന്നുമല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. ഹൈദരാലിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു സിനിമയെ പറ്റി, അപ്പോൾ സിനിമക്കാരുടെ മൂഡ് നല്ല രീതിയിൽ താങ്ങുമെന്ന് പറഞ്ഞാൽ മീനിങ് പുള്ളി നല്ലോണം ആ സിനിമക്കാരെ നല്ലോണം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് പുള്ളി പറയാറുള്ളത്. കാരണം ഏതൊക്കെ സിനിമയായാലും ഏത് സിനിമ ഏത് പൊട്ടം പടം ഇറങ്ങിയാലും അത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ച് ആ ഒരു അങ്ങ് ആറ്റം കയറ്റും. അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാരണമില്ലാതെ അശ്വിൻ കോക്കിനെയൊക്കെ പറഞ്ഞ് എടുത്തിടും. ഇപ്പം പിന്നെ പുള്ളി വേറൊരു കാര്യം കൂടെ പറഞ്ഞ്, കോമാളി വേഷം കെട്ടിയിട്ട് വന്നിരുന്ന് കോപ്രായം കാണിക്കുന്നു പറഞ്ഞു. ഇപ്പം കോക്ക് സാർ കുറച്ച് നാൾക്ക് മുമ്പ് വരെ നമുക്കറിയാം സിനിമയിലെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്ന് ചെയ്യും. ഇപ്പം തന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ പണ്ടത്തെ സിനിമ ഇറങ്ങുമ്പോൾ അപ്ഡേറ്റ് ആകുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ സിനിമ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള സിനിമകൾ മാറി വരും. ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം സിനിമ റിവ്യൂ ചെയ്യുന്ന എത്ര പേരുണ്ട്, എത്ര യൂട്യൂബ് ചാനലുണ്ട്, എത്ര പേരുണ്ട്. ഇപ്പം തന്നെ ഈ ഹൈദരാലി നോക്കുന്നെങ്കിൽ ഇതേപോലെ ഇൻ്റർവ്യൂ എടുക്കുന്ന എത്ര പേരുണ്ട്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഒത്തിരി സബ്സ്ക്രൈബ് ഉള്ള ഒരു കമ്പനിക്കകത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. പിന്നെ ഇതേപോലെ നോർമൽ വന്നിരുന്ന റിവ്യൂ പറയുന്ന ഒത്തിരി പേരുണ്ട്. അല്ലാതെ ഇപ്പോൾ ഞാൻ പേഴ്സണലി റിവ്യൂ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ കോക്കിന് തന്നെ ആ റിവ്യൂ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എനിക്ക് അത് പുള്ളിയുടെയാണ് ആദ്യം സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്ന പുള്ളിയുടെ ഒരു ഇതാണ്. പിന്നെയും പുള്ളി സത്യസന്ധമായിട്ട് പറയുന്നത് പറഞ്ഞാൽ മൺസൂൺ മീഡിയ ഉണ്ട്. പുള്ളിയുടെ അവതരണ ശൈലി വേറെയാണ്. കാരണം വേറൊരു ശൈലി അത് കാണുന്നവർക്കറിയാം. അതങ്ങനെ അത് എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു നോർമൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇച്ചിരി നല്ല റിവ്യൂ ആണ്. പുള്ളി പറഞ്ഞാലും ഇതുപോലെ നെഗറ്റീവ് പറഞ്ഞാലും ആ ഇൻഡയറക്റ്റ് ആയിട്ട് ആ പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് പുള്ളി പറയും. ഇപ്പോൾ ഇതുപോലെ നെഗറ്റീവ് എടുത്ത് പറയുന്നില്ല നല്ലത്, ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നില്ല നല്ലത്. പിന്നെ ഉണ്ണീസ് ബ്ലോഗ് ഉണ്ട്, പുള്ളിയാണെങ്കിൽ പക്ക എഫ്എം അതിൻ്റെയൊക്കെ പരസ്യം കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അവതരണ ശൈലിയും വേറെയാണ്. പുള്ളി ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിൽ വരെ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റിവ്യൂ തുടങ്ങുന്നത്. അപ്പോൾ അത് വേറൊരു ശൈലി, ഇതൊരു വേറെ ശൈലി. പിന്നെ ഇതുപോലെ കോസ്റ്റ്യൂം ഇട്ട് കോക്സാർ വന്ന് ചെയ്യുന്നത് അത് വേറൊരു രീതി. അപ്പം ഇതേപോലെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കണം. അത് ഇപ്പോൾ ഓരോരുത്തരുടെ മാർക്കറ്റ് സ്റ്റൈൽ, അത് കണ്ടിട്ട് കണ്ണ് കടിച്ചിട്ടും ഇത് കടിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഹൈദരാലി വേറെ ഒരു കാര്യമുണ്ട്, കോമാളിത്തരം കാണിക്കുന്നുണ്ട്. ഇപ്പം ഈ സിനിമക്കാരെയും കൂടാണ് പുള്ളി അത് ഉദ്ദേശിച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം സിനിമക്കാരും ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടുകൊണ്ടിട്ട് സിനിമക്കാരും കോമാളിയായിട്ടാണെന്നാണ് പുള്ളി ഇൻഡയറക്റ്റായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ അതിനകത്ത് മറുപടി നല്ല രീതിയിൽ ലാലേട്ടനൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്തൊക്കെ ഇതേപോലെ കുത്തിരിപ്പിനുള്ള ചോദ്യമൊക്കെ ചോദിക്കും. പിന്നെ മമ്മൂക്കയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ ഏതൊരു പടം ആണെന്ന് തോന്നുന്നത്, അതിനകത്തും ഇതേപോലെ ഏത് പടമെന്ന് ഓർമ്മ വരുന്നില്ല, അതിനകത്ത് ഇതുപോലെ വന്നിരുന്ന ഇൻ്റർവ്യൂവിൻ്റെ കൂട്ട് വന്നിരുന്ന് ചോദിച്ച് കുത്തിരിപ്പെടുക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി നല്ല രീതി ഇൻഡയറക്റ്റായിട്ട് ഊക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആവശ്യമുള്ള ചോദ്യം ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചോദിക്കുക, അല്ലാതെ ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. ഇപ്പോൾ സിയാദ് കോക്കർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തുമായാലും ഇപ്പം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പടം എങ്ങും എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ പടം കൊള്ളാത്തതുകൊണ്ടാണ് എത്താത്തത്. കാരണം നല്ല പടമാണെങ്കിൽ പടം ഓടും, അല്ലെങ്കിൽ പടം പൊട്ടും. അത് കൊള്ളേ. പിന്നെ ഇന്ദ്രജിത്ത് മാത്രം നല്ല രീതിയിൽ പറഞ്ഞു. ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് ഇന്ദ്രജിത്ത് മാത്രം മാന്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. ഇന്ദ്രജിത്ത് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇതേപോലെ അശ്വിൻ കോക്കിന് ഒരു റിവ്യൂ വന്ന് അത് നെഗറ്റീവാണല്ലോ വന്നേക്കുന്നത്. അപ്പം പുള്ളി മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ ഇതുപോലെ അത് പുള്ളി കണ്ടിട്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു 10 പേര് കാണുക, അതിനകത്ത് 7-8 പേർക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും പോയി കാണുക, അങ്ങനെ പറയുള്ളൂ. അല്ലാതെ അങ്ങനെയാണ് പുള്ളി പറയുന്നത്, മാന്യമായിട്ടുള്ള മറുപടി. അല്ലാതെ എത്ര പൊങ്ങച്ചക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള മറുപടി. എനിക്ക് ആ ഒരു പറച്ചിലിൽ തന്നെ ഓരോരുത്തർക്ക് പുള്ളിയെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലാതെ ഇപ്പം ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഇതേപോലെ ഒരു സിനിമ നെഗറ്റീവ് റിവ്യൂ പറയുവാണെങ്കിൽ അത് ആദ്യം നെഗറ്റീവ് റിവ്യൂ പറയുവാണെങ്കിൽ അത് അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അടുത്ത പടം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കും, ഇങ്ങനെയല്ലേ പറയണ്ട. അല്ലാതെ ഒറ്റയടിക്ക് കേസ് കൊടുത്ത് വല്ലാത്ത ഇപ്പം ഈ കോക്ക് അതുകൊട്ടെ കോക്ക് സാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പുള്ളിക്ക് നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ഏരിയയിലായാലും ഇപ്പം ഇപ്പം
ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അറിയാം, കഴിഞ്ഞ 2 മാസം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിലാണ് ഭയങ്കര കഷ്ടപ്പാടും ഇതെല്ലാം. എന്തിനാണെന്നൊക്കെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അന്നേരമാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു റിവ്യൂ വന്നത്. അപ്പം അവിടെയുള്ള പകുതിയും പേര് കോക്ക് സാറിൻ്റെ ഫാൻസുകാരെന്ന് പറഞ്ഞാൽ മീൻസ് എന്തോ പുള്ളിയുടെ റിവ്യൂ കാണുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ പുള്ളിയുടെ റിവ്യൂ കാണുന്നവരാണ് കൂടുതൽ. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു പ്രോഗ്രാം തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഓണത്തിൻ്റെ ഒരു പരിപാടിക്ക്, ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേജ് പരിപാടിക്കകത്ത് പുള്ളിയുടെ നമ്മുടെ പുള്ളിയുടെ കുറേ ഇൻ്റർവ്യൂസ് അല്ല, ഇതുപോലെ കുറച്ച് റിവ്യൂസ് ഇതാക്കിയിട്ട് പ്രൊജക്ടർ വെച്ച് കാണിച്ച് രസിപ്പിക്കുന്ന ഒരു രീതിയിൽ വെച്ച് നമ്മളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല ഏകദേശം. പക്ഷേ അങ്ങനെ ഒരെണ്ണം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു പോപ്പുലാരിറ്റി ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലല്ല, മിക്കവാറുള്ള ഏരിയയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പം ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും ഓരോരുത്തരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇപ്പം പുള്ളിയെ ഞാനിപ്പം കോക്ക് സാറിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം പുള്ളിയുടെ ഭാഗത്ത് അത്ര തെറ്റ് എനിക്ക് തോന്നിയില്ല. ഈ റിവ്യൂവിൻ്റെ ഇടയ്ക്ക് അത്ര തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അത് മനഃപൂർവ്വം പുള്ളിയെ കരുവാക്കി കേസിനോട്ട് കുരുക്കിയതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ കോക്ക് സാറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം വൈകിയോണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം ഇനിയെങ്കിലും മാന്യമായിട്ട് ഇൻ്റർവ്യൂ എടുക്കണമെങ്കിൽ മാന്യമായിട്ട് ഇൻ്റർവ്യൂ എടുത്ത് ജീവിക്കുക. അല്ലാതെ ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് കയറിയല്ല ജീവിക്കേണ്ട. ഹൈദരലി എന്ന് പറയുന്ന ഒരു അങ്കിളിനോട്, അപ്പോൾ അങ്കിൾ എന്ന് പറഞ്ഞാൽ മീനിങ് അത്ര ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, തെറ്റായെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.